പിണറായി വിജയൻ നിലവിൽ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ക്ഷേമ പദ്ധതികളെ പറ്റി തന്നെയാണ്. ജനങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാവുക അതാണ്. ഈ നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ള വിവരം വന്നിരുന്നു. പക്ഷേ സ്ത്രീകൾക്കുള്ള ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തീർത്തും ജനകീയമാണ്. അത് പുതിയ പ്രഖ്യാപനങ്ങളാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജനകീയ പദ്ധതികളെ പറ്റി പറയാം. അക്ഷയ, ഏതായാലും നാനാ തുറകളിൽ നിന്നുള്ള ആളുകളെ ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് റബ്ബർ കർഷകരുണ്ട്, ആശാ തൊഴിലാളികളുണ്ട്, പാചക തൊഴിലാളികളുണ്ട്, വിവിധ തരത്തിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഓരോ തൊഴിൽ മേഖലയും ഓരോ സാധാരണ ജനജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ഇനി ഏതായാലും വരും. പക്ഷേ അങ്ങനെയെങ്കിലും ഇത് ജനകീയമാണ് എന്നതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ക്ഷേമ പെൻഷൻ അത്രയധികം ഉയർത്തുന്നു. ആശാപ്രവർത്തകർ ഏതാണ്ട് ഒരു വർഷത്തോളമായി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്ന ഓണറേറിയത്തിലെ വർധന അതും സർക്കാരിന് നൽകാൻ കഴിയുന്ന പരമാവധി തുകയിലേക്ക് സർക്കാർ എത്തിക്കുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഓരോ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതായാലും അടുത്ത ആഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അതിന്റെ പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകും. പിന്നീട് അടുത്ത ആഴ്ച മുതൽ ഏതാണ്ട് LDFന്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം ഓരോ മണ്ഡലങ്ങളിലും ആരംഭിക്കുകയാണ്, ഓരോ താഴെ തട്ടിലും ആരംഭിക്കുകയാണ്. അവിടെയെല്ലാം LDF നേതാക്കൾക്ക് പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം മാത്രം മതിയാകും ഈ വോട്ട് പിടിക്കാനും അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കാനും എല്ലാം തന്നെ. കാരണം അങ്ങനെ ഓരോ വിഭാഗത്തിലുള്ള ആളുകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടുകൂടി ഇതുവരെ LDFനകത്ത് ഉരുണ്ടുകൂടിയിരുന്ന വലിയൊരു ദശാസന്ധ്യ ആ ഒരു PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള മുന്നണിയിലെ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി ഇരുട്ടു മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വിവാദങ്ങളെ നിലവിൽ മുഖ്യമന്ത്രി ഒരു സൈഡാക്കിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ കൈനിറയെ കുറെ പ്രഖ്യാപനങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം.